ബീഹാറിലെ ഒരു മുഴുവൻ ഗ്രാമത്തിന്റെ മേലും ഉടമസ്ഥാവകാശം ഉന്നയിച്ചുകൊണ്ട് വഖഫ് ബോർഡ് അവിടുത്തെ ഗ്രാമവാസികളോട് ഒഴിഞ്ഞു പോകണമെന്ന് കത്തയച്ചിരിക്കുന്നു. 95% ഹിന്ദുക്കൾ താമസിക്കുന്ന ഗോവിന്ദ്പൂരിലെ ഗ്രാമവാസികളോടാണ് 30 ദിവസത്തിനകം സ്ഥലം വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് ബീഹാർ വഖഫ് ബോർഡ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. 1910 മുതൽ ഈ ഭൂമി 7 ഹർജിക്കാരുടെ പിൻഗാമികളുടെ പേരിലാണെന്ന് ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളി ജില്ലയിലെ ഒരു ഗ്രാമത്തിന്റെ മുഴുവൻ ഉടമസ്ഥാവകാശവും വഖഫ് ബോർഡ് കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടിരുന്നു. 1500 വർഷം പഴക്കമുള്ള ഒരു സുന്ദരേശ്വര ക്ഷേത്രവും അവിടെയുണ്ട്. വെറും 800 വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഭാരതത്തിൽ മുസ്ലിം മതം അധിനിവേശം ചെയ്തിട്ട്. തിരുച്ചിറപ്പള്ളിയിലെ ഒരാൾ തന്റെ 1.2 ഏക്കർ ഭൂമി വിൽക്കാൻ പോയപ്പോഴാണ് ഈ ഗ്രാമം മുഴുവൻ വഖഫ് ബോർഡ് സ്വത്താണെന്നും അതുകൊണ്ട് അത് വിൽക്കാൻ സാധിക്കില്ല എന്നും അറിഞ്ഞത്. ഇതിനു മുമ്പ് ഗുജറാത്തിലെ സൂററ്റ് മുനിസിപ്പൽ കോർപ്പറേഷൻ ആസ്ഥാനം മുഴുവൻ വഖഫ് സ്വത്തായിട്ട് പ്രഖ്യാപിച്ചിരുന്നു. 1995 വഖഫ് ബോർഡിന് ഭൂമിക്ക് പരിപൂർണ അവകാശം നൽകുന്ന രീതിയിലുള്ള നിയമനിർമ്മാണം കോൺഗ്രസ് ഗവൺമെന്റ് നടത്തിയത്. അയോധ്യയിലെ രാമജന്മഭൂമിയിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കണ്ടെത്തൽ അവിടെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു എന്ന് ശരിവച്ചിരുന്നു. അതുപോലെ വടക്കേ ഇന്ത്യയിലെ പല പള്ളികളും പുരാതന ഹിന്ദു ക്ഷേത്രങ്ങൾ തകർത്ത് നിർമ്മിച്ചത് ആയതുകൊണ്ട് ഹിന്ദുക്കൾ അവിടെ അവകാശവാദം ഉന്നയിക്കാതിരിക്കാനാണ് മുസ്ലിം ലീഗ് പോലുള്ള സംഘടനകളും കോൺഗ്രസും ചേർന്ന് ഇങ്ങനെ ഒരു നിയമനിർമ്മാണം വഖഫ് ബോർഡിന് വേണ്ടി നടത്തിയെടുത്തത്. 2013 ഇലക്ഷന് മുൻപ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UPA സർക്കാർ വീണ്ടും വഖഫ് ബോർഡുകൾക്ക് അനിയന്ത്രിതമായ അധികാരങ്ങൾ നൽകിക്കൊണ്ട് ഭരണഘടന ഭേദഗതി ചെയ്തിരുന്നു. അതിനാലാണ് ഇപ്പോൾ ഇങ്ങനെ അനധികൃതമായി അവർ എല്ലാ ക്ഷേത്രങ്ങൾക്കും ഭൂമികൾക്കും അവകാശവാദം ഉന്നയിക്കുന്നത്. ഈ നിയമം മൂലം എതിർകക്ഷിക്ക് കോടതിയിൽ പോയി തീർപ്പ് കൽപ്പിക്കാൻ സാധിക്കില്ല. അവസാന വിധി വഖഫ് ബോർഡിന് മാത്രമാണ് നൽകാനാവുന്നത്. ഇന്ത്യയിലുടനീളം വഖഫ് ബോർഡ് ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതിനാലാണ് വഖഫ് ബോർഡ് നിയമം ഭേദഗതി ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്.